അത് ആ പേരിന് അങ്ങനെയൊരു വരദാന കഴിവ് കൂടിയുണ്ട്. കാൽപന്ത് കളിയെ സ്വപ്നം കാണുന്ന പുതുതലമുറയിലെ ഈ കൗമാരത്തിനോടാണ്. നാളെയുടെ പുലരികളിൽ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ മൈതാനങ്ങൾക്ക് മധ്യേ 11-ൽ ഒരുവനായി നിലകൊള്ളുവാനും ആർത്തിരമ്പിയ ആരാധകക്കൂട്ടം ഒരേ സ്വരത്തിൽ നിന്റെ പേര് ആർത്തു വിളിക്കുവാനും നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി പരിശ്രമിക്കാൻ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സന്നദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ആ വഴികളെ എളുപ്പമാക്കി തരുവാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാനൊരു മാർഗദർശിയെ തുറന്നു കാട്ടിത്തരാം. സർവ്വതും കൊണ്ട് സമ്പൂർണ്ണമാക്കപ്പെട്ട ആ എൻസൈക്ലോപീഡിയയുടെ നാമം ഒരിക്കൽ കൂടി ഉച്ചരിക്കട്ടെ. അല്ല, ഒരു വട്ടം എന്നല്ല, ഇനി പലവട്ടം 100,000 വട്ടം ആ നാമം ആവർത്തിച്ച് പറഞ്ഞാലും അതിൽ യാതൊരുവിധ ആവർത്തന വിരോധാഭാസവും എനിക്ക് തോന്നുകയില്ല. ഫുട്ബോളിനോട് അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ആ മാനുഷികൻ്റെ പേര് ക്രിസ്റ്റിയാനോ റൊണാൾഡോ സിൻസ് 1985. താഴെ തട്ടിൽ കിടക്കുന്നവനും ഏത് ചേരിയിൽ കിടക്കുന്നവനും ഈ ലോകത്തിന് നെറുകയിലെത്താൻ സാധിക്കുമെന്നതിന് തൻ്റെ ജീവിതം പോലും ഈ ലോകത്തിന് മാതൃകയാക്കി ഉത്തേജകമായി തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ആ മനുഷ്യൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് നാം ഇന്ന് കാണുന്ന യാൻ ഡിയമോണ്ട എന്ന ആ 19-കാരൻ. ഒരു ബ്ലാക്ക് മാർക്കർ പാനയിൽ കുറിച്ചു വെച്ച സ്വപ്നം കൂടിയായിരുന്നു അത്. ആദ്യമായി കിട്ടിയ ജന്മദിന സമ്മാനമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ കുപ്പായം. പക്ഷേ തൻ്റെ ആരാധ്യൻ്റെ പേര് പ്രിൻ്റ് ചെയ്ത ഒരു ഒറിജിനൽ ജേഴ്സി വാങ്ങി നൽകുവാനുള്ള സാമ്പത്തിക ശേഷി അന്ന് അവൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേരോ നമ്പറോ ഇല്ലാത്ത പ്ലെയിനായൊരു സാധാരണ ജേഴ്സി ആയിരുന്നു അത്. എന്നാൽ കൊച്ചു ഡിയമോണ്ടെ മേശപ്പുറത്തിരുന്നൊരു ബ്ലാക്ക് മാർക്കർ പേന കയ്യിലെടുത്ത് അവൻ ആ ജേഴ്സിയുടെ പുറകിൽ സ്വന്തം കൈപ്പടയിൽ ഇങ്ങനെ കുറിച്ചിട്ടു, അത് ക്രിസ്റ്റിയാനോ റൊണാൾഡോ 7 എന്ന്. ആ കുപ്പായമണിഞ്ഞ് തൻ്റെ തെരുവുകളിൽ തട്ടിത്തുടങ്ങിയ പന്തുമായി പായുമ്പോഴെല്ലാം അവൻ യാൻ ഡിയമോണ്ടെ ആയിരുന്നില്ല, സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോയായിരുന്നു. എങ്ങനെയെങ്കിലും എതിരാളികളെ വെട്ടിച്ച് മുന്നേറണം, പന്ത് വലയിലേക്ക് എത്തിക്കണം, അതുമാത്രമായിരുന്നു അവൻ കണ്ട സ്വപ്നം. പുറകിൽ കൈകൊണ്ടെഴുതിയ ആ പേരും നമ്പറുമായിരുന്നു അവന് നൽകിയ ഏറ്റവും വലിയ പ്രചോദനം. കാലം അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വിങ്ങുകളിൽ ലിപ്സിങ്ങിൻ്റെ ജേഴ്സിയിൽ ബുണ്ടസ് ലീഗയുടെ മൈതാനങ്ങളിലും ഐവറിയുടെ നാഷണൽ ജേഴ്സിയിൽ ഈ വേൾഡ് കപ്പിൽ പോലും അത്ഭുതപ്പെടുത്തിയ കാലുകളെ തേടി ഒടുവിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് വന്നെത്തിയിരിക്കുന്നു. 100 മില്യൺ എന്ന ആ വലിയ മാജിക് ട്രാൻസ്ഫർ തുകയുടെ കഥയല്ല ഇത്. വർഷങ്ങൾക്ക് മുമ്പ് കയ്യിലെഴുതിയ ജേഴ്സിയും അണിഞ്ഞ് ഏത് റൊണാൾഡോയെ പോലെ ആകണമെന്നാണോ അവൻ സ്വപ്നം കണ്ടത്, അതേ റൊണാൾഡോ ഇതിഹാസം രചിച്ച സാന്റിയാഗോ ബെർണാബ്യൂവിൻ്റെ പുൽ മൈതാനത്തിലേക്ക് അവൻ നടന്നു കയറുന്ന സ്വപ്ന യാഥാർത്ഥ്യമാണിത്. അന്ന് ആ ഒരു ബ്ലാക്ക് മാർക്കർ പേന കൊണ്ട് ആ ഒരു കൊച്ചു പയ്യൻ കുറിച്ചിട്ടത് വെറുമൊരു പേരല്ലായിരുന്നു, തൻ്റെ ഭാവിയിലേക്കുള്ള വരദാനമായിരുന്നു. ഐവറി കോസ്റ്റിലെ ചെറിയ മുറ്റത്തു നിന്നും യൂറോപ്പിലെ വമ്പൻ സ്റ്റേഡിയങ്ങളിലേക്ക് അവൻ ഓടിക്കയറിയത് ആ ഒരു ഒറ്റ സ്വപ്നത്തിൻ്റെ ബലത്തിലായിരുന്നു. റൊണാൾഡോ എന്ന ആ വലിയ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങി ബെർണാബ്യൂവിലെ രാജകുമാരനിലേക്ക് യാൻ ഡിയമോണ്ടെ വളരുമ്പോൾ ഫുട്ബോൾ ലോകം കണ്ണീരും സന്തോഷവും അഭിമാനവും നിറഞ്ഞ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് കാണാം. ഓർക്കുക, ചെറുപ്പത്തിൽ ഒറിജിനൽ ജേഴ്സി വാങ്ങാൻ കാശില്ലാതിരുന്ന ആ കുട്ടിയിൽ നിന്നും ഇന്ന് ബെർണാബ്യൂവിൽ സ്വന്തം പേര് പതിച്ച് ജേഴ്സി അണിഞ്ഞ് പന്ത് തട്ടാൻ പോകുന്ന യാൻ ഡിയമോണ്ടയിലേക്കുള്ള ദൂരം അതായിരുന്നു ഫുട്ബോൾ. ലോകത്ത് കറുത്തവനും വെളുത്തവനും താഴെത്തട്ടിൽ നിന്നും ഈ ലോകം വെട്ടിപ്പിടിക്കാൻ സാധിക്കുമെന്ന റൊണാൾഡോ എന്ന ഉത്തേജകം വളർത്തിയെടുത്ത യാത്ര. യാൻ ഡിയമോണ്ടെ, ഇത് നിൻ്റെ സമയമാണ്. ലോകം നിൻ്റെ ചരിത്രം കൂടി കാണുവാൻ പോകുകയാണ്. മാഡ്രിഡുകാർ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ബെർണാബ്യൂ നിൻ്റെ പാദങ്ങളുടെ അത്ഭുത ടച്ചുകൾ ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗലാറ്റിക്കോ ചരിത്രത്തിൽ നിൻ്റെ പേരുകൂടി കൊത്തിവെക്കാൻ സമയമായെന്നർത്ഥം. ലോസ് ബ്ലാങ്കോസ് വെയിറ്റിംഗ് ഫോർ യു. വെൽക്കം യാൻ ഡിയമോണ്ടെ. Got a young attacking bright star by the name of Yan Diomande.